ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. Processes executing concurrently in the operating system may be either independent processes or cooperating processes. A process is independent if it cannot affect or be affected by the other processes executing in the system. Any process that does not share data with any other process is independent. A process is cooperating if it can affect or be affected by the other processes executing in the system. Any process that shares data with other processes is a cooperating process. അപ്പം നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടറിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സസ് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ? കൺകറൻ്റ് ആയിട്ട് ഒന്നിൽ കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരം പ്രോസസ്സസിൽ ചിലത് ഒന്നുകിൽ ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സസ് ആയിരിക്കാം, അതല്ല എങ്കിൽ കോപ്പറേറ്റിംഗ് പ്രോസസ്സ് ആയിരിക്കാം. ഇനി എന്താണ് ഇൻഡിപെൻഡൻറ്റ്, എന്താണ് കോപ്പറേറ്റിംഗ് നോക്കാം. ഒരു പ്രോസസ്സ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുമ്പോൾ ആ പ്രോസസ്സ് മറ്റ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മറ്റ് പ്രോസസ്സിനെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ ആ പ്രോസസ്സ് മറ്റ് പ്രോസസ്സിനെയും ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത്തരം പ്രോസസ്സാണ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സ്. ഓക്കെ, അതായത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് മറ്റ് പ്രോസസ്സുകളെ എഫക്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ മറ്റ് പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ ഈ ഒരു പ്രോസസ്സിനെയും ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നില്ല. അത്തരം പ്രോസസ്സാണ് എന്ത്, ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇത്തരം പ്രോസസ്സസ് ഒരു രീതിയിലും മറ്റ് പ്രോസസ്സുമായിട്ട് ഡാറ്റ ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലേ? ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വേർഡ് മീനിങ്ങിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരാളും ഒരു രീതിയിലും ആശ്രയിക്കുന്നില്ല, അതുതന്നെയാണ് ഇൻഡിപെൻഡൻറ്റ്. ആ ഒരു രീതിയിൽ ഒരു പ്രോസസ്സും മറ്റൊരു പ്രോസസ്സിനെ ഒരു രീതിയിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി എന്താണ് കോപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു കോപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് മറ്റ് പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റ് പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ ഈ ഒരു സിസ്റ്റത്തിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെന്ത്, ഒരു കോപ്പറേറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കോപ്പറേറ്റിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഡാറ്റ മറ്റ് പ്രോസസ്സുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. ഇനി കോപ്പറേറ്റിംഗ് ആകുമ്പോൾ നമ്മളൊരു കോപ്പറേറ്റീവ് ആണെന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു സഹകരിച്ച് പ്രവർത്തിക്കുക, അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങുകയും ചെയ്യുക. അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു കോപ്പറേറ്റിംഗ് പ്രോസസ്സും. അവരുടെ പ്രോസസ്സ് റിസോഴ്സസ് മറ്റ് പ്രോസസ്സുമായിട്ട് ഷെയർ ചെയ്യുന്നു, മറ്റ് പ്രോസസ്സിൻ്റെ റിസോഴ്സസ് ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, പരസ്പരം ഷെയർ ചെയ്യുന്നു. അതാണ് കോപ്പറേറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി there are several reasons for providing an environment that allows process cooperation. ഇനി നമുക്കിവിടെ ഒരുപാട് റീസൺസ് പറയാൻ വേണ്ടി പറ്റും എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഒരു പ്രോസസ്സിൻ്റെ കോപ്പറേഷൻ അലോ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഫോർമേഷൻ ഷെയറിംഗ്. സിൻസ് സെവറൽ യൂസേഴ്സ് മേ ബി ഇൻട്രസ്റ്റഡ് in the same piece of information, for instance a shared file, we must provide an environment to allow concurrent access to such information. അല്ലേ? കാരണം ഒന്നിൽ കൂടുതൽ പ്രോസസ്സസ് സെയിം ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ആക്സസ് ചെയ്യണം എന്നാണെങ്കിൽ അത്തരം കേസസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, തീർച്ചയായിട്ടും അത്തരം പ്രോസസ്സ് കോപ്പറേറ്റീവ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നമുക്ക് ഇൻഫോർമേഷൻ ഷെയറിങ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ്, കമ്പ്യൂട്ടേഷൻ സ്പീഡ് അപ്പ്. ഇഫ് യു വാണ്ട് എ പെർട്ടിക്കുലർ ടാസ്ക് ടു റൺ ഫാസ്റ്റർ, വി മസ്റ്റ് ബ്രേക്ക് ഇൻ ടു സബ് ടാസ്ക് ആൻഡ് ഈച്ച് ഓഫ് വിച്ച് വിൽ ബി എക്സിക്യൂട്ടിംഗ് ഇൻ parallel with the others. And notice that such a speed up can be achieved only if the computer has multiple processing elements such as CPU or IO channels. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് പലർക്കായിട്ട് നമ്മൾ വീതിച്ച് കൊടുക്കും, അല്ലേ? അതേപോലെ തന്നെ ഒരു ടാസ്കിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് സബ് ടാസ്ക്കായിട്ട് മാറ്റുന്നു, ഈ ഓരോന്നും പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നിൽ കൂടുതൽ IO ചാനൽസ് അല്ലെങ്കിലും CPU അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അതാണ് രണ്ടാമത്തേത്, കമ്പ്യൂട്ടേഷൻ സ്പീഡ് അപ്പ്.
Third one, modularity. If we may want to construct the system in a modular fashion, dividing the system functions into separate processes or threads. അപ്പം ഇതും മോഡ്യൂൾസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതിനെ തന്നെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ മൊഡ്യൂളും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ കമ്പൈൻ ചെയ്യുന്നു. അതാണ് മോഡുലാരിറ്റി. ഇനി കൺവീനിയൻസ്. ഈവൺ ആൻ ഇൻഡിവിജ്വൽ യൂസർ മേ വർക്ക് ഓൺ മെനി ടാസ്ക് അറ്റ് ദ സെയിം ടൈം. ഫോർ ഇൻസ്റ്റൻസ്, എ യൂസർ മേ ബി എഡിറ്റിംഗ്, പ്രിൻറ്റിംഗ് ആൻഡ് കമ്പൈലിംഗ് ഇൻ പാരലൽ. അപ്പോൾ ഇത്തരത്തിൽ ഒരു സിസ്റ്റത്തിൽ നമുക്കിപ്പോൾ ഒരേ സമയത്ത് തന്നെ ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം, പാട്ട് പ്ലേ ചെയ്യാം. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരേ സമയത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൺവീനിയൻസിനാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കെല്ലാം പാരലായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൽ ഏതാവശ്യമാണ്, ഈ ഒരു രീതിയിലുള്ളൊരു കോപ്പറേഷൻ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കെല്ലാം ആ ഒരു രീതിയിൽ പാരലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ഇൻഫോർമേഷൻ ഷെയറിംഗ് ആണ്, അതായത് നമ്മുടെ ഫയൽസ് പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തത് കമ്പ്യൂട്ടേഷൻ സ്പീഡപ്പ്. ഓക്കെ, അതായത് നമ്മളൊരു ടാസ്കിനെ നമ്മൾ ഡിഫറെൻറ്റ് മൊഡ്യൂൾ സബ് ടാസ്ക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി മോഡുലാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഡിഫറെൻറ്റ് മൊഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കാറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പം എല്ലാം ഒരാളല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അത് ഓരോന്നും ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരും ആണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് ഇതെല്ലാം എന്ത് ചെയ്യാണ്, അസംബ്ലിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള സിസ്റ്റവും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി കൺവീനിയൻസ് എന്ന് പറയുമ്പോൾ എന്താ? കൺവീനിയൻസ് മീൻസ് നമ്മുടെ ഒരു കൺവീനിയൻസ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താ, എല്ലാം ഒരേ സമയത്ത് തന്നെ പാരലായിട്ട് തന്നെ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എഡിറ്റിങ്ങും പ്രിൻറ്റിങ്ങും കമ്പൈലിങ്ങും അതെല്ലാം നമ്മൾ പാരലായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കോപ്പറേഷൻ ആവശ്യമാണ്. നെക്സ്റ്റ്, cooperating processes require an inter-process communication mechanism that will allow them to exchange data and information. And there are two fundamental models of inter-process communication. First one is shared memory, second one is message passing. In the shared memory model, a region of memory that is shared by cooperating processes is established, and processes can then exchange information by reading and writing data to the shared region. അപ്പോൾ ഇത് പരസ്പരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ സാധ്യമാവുള്ളൂ, അല്ലേ? കാരണം നമ്മൾ ഒരു സാധാരണ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഒരാൾക്കാർക്ക് മറ്റുള്ളൊരാളുടെ വാങ്ങിക്കണം അല്ലെങ്കിൽ കൊടുക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അതുപോലെ തന്നെയാണ് പ്രോസസ്സിൻ്റെ കാര്യമാണെങ്കിലും. ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പോൾ ഇത്തരം കമ്മ്യൂണിക്കേഷനാണ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡാറ്റ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ മെയിനായിട്ട് 2 ടൈപ്പ് മോഡൽസ് ആണുള്ളത് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിൽ. ഫസ്റ്റ് വൺ ഷെയർഡ് മെമ്മറിയാണ്, സെക്കൻഡ് വൺ മെസ്സേജ് പാസിംഗ് ആണ്. ഷെയർഡ് മെമ്മറി എന്ന് പറയുമ്പോൾ അവിടെ ഒരു റീജിയൺ ഓഫ് മെമ്മറി ഉണ്ടായിരിക്കും. അത് ഈ 2 പ്രോസസ്സ് ഏതൊക്കെ പ്രോസസ്സാണോ പരസ്പരം കോപ്പറേറ്റ് ചെയ്യുന്നത് ആ പ്രോസസ്സ് ഷെയർ ചെയ്യും. അതാണ് ഷെയർഡ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി processes can then exchange information by reading and writing data to the shared region. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ ഷെയർഡ് മെമ്മറിയാണുള്ളത്. ഓക്കെ, ആ ഒരു ഷെയർഡ് മെമ്മറിയിൽ ഇപ്പോൾ ഒരു പ്രോസസ്സിനെ വേറൊരു പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്സ് ആ ഷെയർഡ് മെമ്മറിയിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യും. ഇനി ഈ സെക്കൻഡ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, ആ ഷെയർഡ് മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചു. അപ്പോൾ ഇത്തരത്തിൽ വരുന്നതാണ് ഷെയർഡ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു കോപ്പറേറ്റിംഗ് പ്രോസസ്സിൽ ഒരു റീജിയൻ ഓഫ് മെമ്മറി ഉണ്ട്. ആ മെമ്മറി ഏതൊക്കെ പ്രോസസ്സാണ് പരസ്പരം കോപ്പറേറ്റ് ചെയ്യുന്നത് അത്തരം പ്രോസസ്സ് പരസ്പരം ഷെയർ ചെയ്യുന്നു. Then, in the message passing model, communication takes place by means of messages exchanged. By the models just discussed are common in operating systems, and many systems implement both. And message passing is useful
for exchanging smaller amounts of data because no conflicts need to be avoided. Message passing is also easier to implement than is shared memory for inter-computer communication. And shared memory allows maximum speed and convenience of communication, and shared memory is faster than message passing, as message passing systems are typically implemented using system calls and thus require the more time consuming task of kernel intervention. In contrast, in shared memory systems, system calls are required only to establish shared memory regions. Once shared memory is established, all accesses are treated as routine memory accesses and no assistance from the kernel is required. ഇവിടെ മെമ്മറി മെസ്സേജ് പാസിങ് അതുപോലെ തന്നെ ഷെയർഡ് മെമ്മറിയും തമ്മിൽ ഡിഫറൻസ് ആണ് പറയുന്നത് മെയിനായിട്ട്. അപ്പോൾ മെസ്സേജ് പാസിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഏതൊക്കെ പ്രോസസ്സാണോ പരസ്പരം കോപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിന് സെക്കൻഡ് പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സ് മെസ്സേജ് നേരെ എവിടത്തേക്കാണ് കൊടുക്കുക, കേർണലിലേക്കാണ് കൊടുക്കുക. ഇനി ഈ കേർണലാണ് ഏതിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, സെക്കൻഡ് പ്രോസസ്സിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് മെസ്സേജ് പാസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മെയിനായിട്ട് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഇത് രണ്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്, ബോത്ത് ഷെയർഡ് മെമ്മറി ആൻഡ് മെസ്സേജ് പാസിംഗ്. അപ്പം മെസ്സേജ് പാസിംഗ് മെയിനായിട്ട് ചെറിയ രീതിയിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് പാസിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈസിയാണ് ഷെയർഡ് മെമ്മറിയെക്കാളും. പക്ഷേ ഇവിടെ നമ്മൾ കേർണൽ കൂടി ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗവാക്കാണ് അല്ലേ. കാരണം നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എങ്ങോട്ടേക്കാണ് അയക്കുന്നത്, നമ്മുടെ കേർണലിനാണ് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഷെയർഡ് മെമ്മറി ആണെങ്കിലോ, ഷെയർഡ് മെമ്മറി ആണെങ്കിൽ ആ രണ്ട് പ്രോസസ്സും ഒരു കോമൺ മെമ്മറി ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെസ്സേജ് പാസിങ്ങിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റാണ്, വളരെ സ്പീഡ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ഷെയർഡ് മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എവിടെ സാധ്യമാണ്, നമ്മുടെ ഷെയർഡ് മെമ്മറിയിൽ. നേരെ മറിച്ച് മെസ്സേജ് പാസിംഗ് എന്ന് പറയുമ്പോൾ അവിടെ കേർണൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അവിടെ സിസ്റ്റം കോൾസ് ആയിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റം കോൾസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ് എന്ന് പറയാം. ഓക്കെ, ടൈം കൺസ്യൂമിങ് ആണ് ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഷെയർഡ് മെമ്മറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഒരു ഷെയർഡ് മെമ്മറി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഷെയർഡ് മെമ്മറി റീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഒരു സിസ്റ്റം കോൾ അവിടെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് അവർക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഷെയർഡ് മെമ്മറി റീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. നേരെ മറിച്ച് നമ്മുടെ മെസ്സേജ് പാസിങ്ങിലാണെങ്കിലോ അവിടെ ഓരോ പ്രാവശ്യം നമ്മൾ കേർണലുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ഒരു സിസ്റ്റം കോളിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ അവിടെ ഉണ്ടായിരിക്കും. അതാണ് ഷെയർഡ് മെമ്മറിയും മെസ്സേജ് പാസിങ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഷെയർഡ് മെമ്മറി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഈ ഒരു കേർണലിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, ഓൾ ആക്സസ് ആർ ട്രീറ്റഡ് ആസ് റുട്ടീൻ മെമ്മറി ആക്സസസ് ആൻഡ് നോ അസിസ്റ്റൻസ് ഫ്രം ദി കേർണൽ ഈസ് റിക്വയർഡ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അപ്പം ഇവിടെ ഇതെന്താണ്, ഇത് മെസ്സേജ് പാസിംഗ് ആണ്. അതായത് പ്രോസസ്സ് എക്ക് പ്രോസസ്സ് ബി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. പ്രോസസ്സ് എ കേർണലിലേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ മെസ്സേജ് പാസ് ചെയ്യുന്നത്. ഇനി ഈ കേർണലാണ് എങ്ങോട്ടേക്ക് മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കുന്നത്, പ്രോസസ്സ് ബിയിലേക്ക്. ഓക്കെ, അതാണ് മെസ്സേജ് പാസിംഗ്. ദെൻ ഇവിടെ എന്താ, ഇവിടെ ഒരു പ്രോസസ്സ് ഉണ്ട്, പ്രോസസ്സ് എ, ഇവിടെ ഒരു പ്രോസസ്സ് ഉണ്ട്, പ്രോസസ്സ് ബി. ഇനി ഈ രണ്ട് പ്രോസസ്സിനും ഒരു ഷെയർഡ് റീജിയൻ ഉണ്ട്. ഓക്കെ, ഷെയർഡ് മെമ്മറി ഉണ്ട്. അപ്പോൾ പ്രോസസ്സ് എ ഈ ഒരു ഷെയർഡ് റീജിയനിലേക്ക് റൈറ്റ് ചെയ്യുന്നു, പ്രോസസ്സ് ബി എന്ത് ചെയ്യുന്നു, അത് റീഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഷെയർഡ് മെമ്മറി. ഓക്കെ, ഇത് എന്താണ്, മെസ്സേജ്
പാസിങ്. ഇത് രണ്ടുമാണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഒന്നിൽ കൂടുതൽ പ്രോസസ്സസ് ഒരു സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം പ്രോസസ്സിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ദിസ് ഈസ് ബൈ മീൻസ് ഓഫ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇത്തരം പ്രോസസ്സിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കോപ്പറേറ്റിംഗ് ആണ്, മറ്റൊന്ന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഒരു പ്രോസസ്സിന് മറ്റൊരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല, മറ്റുള്ള പ്രോസസ്സിൻ്റെ എക്സിക്യൂഷനും ഈ ഒരു പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് കോപ്പറേറ്റിംഗ് പ്രോസസ്സ് ആകുമ്പോൾ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പരസ്പരം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരാളുടെ എക്സിക്യൂഷൻ മറ്റൊരാളുടെ എക്സിക്യൂഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു കോമൺ ഷെയർഡ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയറിങ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തരം കേസിൽ നമുക്ക് 2 മോഡൽസ് പറയാം. ഒന്ന് ഷെയർഡ് മെമ്മറിയാണ്, മറ്റൊന്ന് മെസ്സേജ് പാസിംഗ് ആണ്. ഷെയർഡ് മെമ്മറി എന്ന് പറയുമ്പോൾ ഏതൊക്കെ പ്രോസസ്സാണോ കോപ്പറേറ്റിംഗ് ആയിട്ടുള്ളത്, കോപ്പറേറ്റിംഗ് പ്രോസസ്സ് ഒരു കോമൺ മെമ്മറി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 പ്രോസസ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സ് ആ ഒരു മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നു, മറ്റൊരു പ്രോസസ്സ് ആ മെമ്മറിയിൽ നിന്നും റീഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇത് വളരെ ഫാസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ കൺവീനിയൻ്റ് ആണ്. നമ്മുടെ ആ ഒരു ഷെയർഡ് മെമ്മറി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു കേർണൽ അവിടെ ചെയ്യുന്നുള്ളത്. ബാക്കിയെല്ലാം അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റായിട്ട് പോസിബിളാണ്. നേരെ മറിച്ച് മെസ്സേജ് പാസിങ്ങിലാവുമ്പോൾ എന്താ, പ്രോസസ്സ് ഏതൊക്കെയാണോ കോപ്പറേറ്റിംഗ് പ്രോസസ്സുള്ള ആ പ്രോസസ്സ് ഏതുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്ന മെസ്സേജ് കേർണലുമായിട്ട്. അപ്പോൾ കേർണലാണ് ആ മെസ്സേജിന് ഓക്കെ ഈ ഒരു പ്രോസസ്സിന് ബിയിലേക്കാണ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ കേർണൽ എവിടത്തേക്ക് സെൻഡ് ചെയ്യും, പ്രോസസ്സ് ബിയിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഓരോ ടൈമിലും ഇവിടെ ഒരു കേർണലിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സിസ്റ്റം കോൾസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓരോ ടൈമിലും സിസ്റ്റം കോൾസ് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് inter-process communication. Thank you.